ജാർഖണ്ഡിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. കക്സിട്ടോളി എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഞങ്ങൾ. ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തെത്തിക്കഴിഞ്ഞു. വഴിയിൽ നിന്ന് ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഗോത്രവിഭാഗത്തിന്റെ പുരോഹിതനാണ്. അദ്ദേഹമാണ് വഴി കാണിച്ച് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കക്സിട്ടോളി ഗ്രാമത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. സൈമൺ ഉറാവോയുടെ പേരിൽ പ്രശസ്തമായ ഗ്രാമമാണിത്. ഒരു കർഷക ഗ്രാമം. വിസ്തൃതമായ ഒരു പ്രദേശമാണ് കക്സിട്ടോളി. ഉറാവോ ഗോത്രത്തിന്റെ ഗ്രാമമാണ്. മറ്റു ചില ഗോത്രങ്ങളും ഇവിടെ ഉണ്ടെങ്കിലും ഉറാവോയ്ക്കാണ് മുൻതൂക്കം. പുതിയ തലമുറ ഈ ഗ്രാമത്തിൽ വസിക്കുന്നതേയില്ല എന്ന് തോന്നിപ്പോകും. പഴയ കുറെ വീടുകളും പ്രായം ചെന്ന ആളുകളെയുമാണ് കാണുന്നത്. ജാർഖണ്ഡിൽ സന്താൾ കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രബലമായ ഗോത്രം ഉറാവോയാണ്. വഴിയിൽ ഒരു സിമന്റ് മിക്സിംഗ് യന്ത്രമുണ്ട്. ഒരു സ്ത്രീ അത് തള്ളി മാറ്റിത്തന്നു. കുറെ പശുക്കളും ആടുകളും. അവയെ വളർത്തിയും കൃഷി ചെയ്തുമാണ് ഉറാവോ ഗോത്രക്കാരുടെ ജീവിതം. സാധാരണഗതിയിൽ ഇവിടെ ഒരു പ്രദേശത്ത് ഒരു ഗോത്രക്കാർ മാത്രമാണ് വസിക്കുക. ഒരു ഗ്രാമം മുഴുവൻ അവരുടേതായിരിക്കും. തങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കൃഷിയുമൊക്കെയായി അവരങ്ങനെ കഴിഞ്ഞുകൂടും. ഒരു സാധാരണ കർഷക ഗ്രാമമാണ് കക്സിട്ടോളി. ഇത് ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളാണ്. അടുത്ത കാലത്ത് അപ്ഗ്രേഡ് ചെയ്ത സ്കൂൾ. ഇന്ന് സ്കൂൾ അവധിയാണെന്ന് തോന്നുന്നു. ആളനക്കമൊന്നുമില്ല. പത്മശ്രീ സൈമൺ ഉറാവോ ജനിച്ച വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് അദ്ദേഹം ജനിച്ച ഗ്രാമം. അവിടെ വണ്ടി നിർത്തി ഞാനിറങ്ങി. കക്സിട്ടോളി എന്ന ബോർഡ് ഗ്രാമത്തിന്റെ പേരാണ്. എതിരെ ഒരാൾ നടന്നു വരുന്നുണ്ട്. നല്ല ഹൃദ്യമായ ചിരിയുമായി ഒരു തനി ഗോത്ര ഗ്രാമീണൻ. ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിച്ചു. പറഞ്ഞ പേര് ഒരു തരത്തിലും എനിക്ക് പിടികിട്ടിയില്ല. എവിടെ പോയതാണെന്ന് ചോദിച്ചു. ഈ വടിയുടെ രണ്ടറ്റത്തുമുള്ള സഞ്ചിയിൽ പച്ചക്കറിയാണ്. ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നിന്ന് പച്ചക്കറി പറിച്ചെടുക്കാൻ പോയി വരികയാണ്. കക്സിട്ടോളി ഗ്രാമത്തിൽ ഇപ്പോൾ എത്ര പേർ വസിക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചു. 50ഓ 60ഓ പേർ കാണുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ അടുത്തു തന്നെയാണ് ഇദ്ദേഹം താമസിക്കുന്നതെന്നും പറഞ്ഞു. ഇവിടെയെല്ലാം വനവൽക്കരണം നടത്തിയിരിക്കുന്നു. ഈ വനവൽക്കരണത്തിന് പിന്നിൽ സൈമൺ ഉറാവോയാണ്. ജലസംരക്ഷണവും വനവൽക്കരണവുമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഇവിടെ മുളങ്കാട് പോലുള്ള ഒരു ഭാഗമുണ്ട്. അതിന്റെ അരികിലൂടെ ചെല്ലുമ്പോൾ നിലത്ത് കുറെ മൺകൂനകൾ കാണാം. ഉറാവോ ഗോത്രക്കാരെ സംസ്കരിച്ചിരിക്കുന്നതാണ് അതിൽ. ചില കൂനകളുടെ തലയ്ക്കൽ കുരിശ് നാട്ടിയിട്ടുണ്ട്. ഉറാവോ ഗോത്രത്തിൽ 2 തരം മതവിശ്വാസികളുണ്ട്. ഒന്ന് പ്രകൃതിയെ ആരാധിക്കുന്ന സർണമതക്കാരാണ്. അവരിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വന്നവരാണ് മറ്റൊരു വിഭാഗം. വലുതും ചെറുതുമായി നിരവധി കൂനകൾ. എല്ലാം മണ്ണു കുഴച്ച് മെഴുകിയവയാണ്. ക്രിസ്തുമതത്തിലേക്ക് മാറിയവരുടെ കുടീരങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. അവരാണ് മൃതദേഹം മണ്ണിൽ അടക്കം ചെയ്യുന്നത്. സർണമതക്കാരായ ഉറാവോകൾ മൃതദേഹം ദഹിപ്പിക്കുകയാണ് ചെയ്യുക. തുടർന്ന് അസ്ഥി കുളത്തിലോ പുഴയിലോ നിക്ഷേപിക്കുകയും ചെയ്യും. നേരെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളാണ്. അതും സൈമൺ ഉറാവോ പണിയിച്ചതാണ്. മുന്നോട്ടു നടക്കുമ്പോൾ നല്ല വൃത്തിയും ഭംഗിയുമുള്ള ഒരു ട്രൈബൽ വീട് കണ്ടു. ഉറാവോക്കാരുടെ വീടാണ്. മണ്ണുകൊണ്ട് നിലവും ചുമരും മെഴുകി വൃത്തിയായി സംരക്ഷിക്കുന്ന വീട്. വലിയ സമ്പന്നതയൊന്നുമില്ലെങ്കിലും ഇവിടുത്തെ വീടുകൾ വൃത്തിയും വെടിപ്പും ഉള്ളതായിരിക്കും. ഇവർ എപ്പോഴും വീടിങ്ങനെ അടിച്ചുവാരിയിടുന്നത് കാണാം. ഞാൻ വീടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സ്ത്രീയുണ്ട് ഉള്ളിൽ. സ്ത്രീ അരി പാറ്റുകയായിരുന്നെന്ന് തോന്നുന്നു. നിലത്ത് നെല്ലിന്റെ പതിരും ഉമിയുമെല്ലാമുണ്ട്. ഒരു കൊച്ചുകുട്ടിയുണ്ട് വാതിൽക്കൽ. തണുപ്പുകാലമായതുകൊണ്ട് എല്ലാവരും ഏത് സമയത്തും ഇങ്ങനെ മൂടിപ്പൊതിഞ്ഞാണ് നടക്കുക. വീട്ടിൽ ഒരു ഭാഗത്ത് കുറച്ച് നെല്ല് വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ദരിദ്രരാണെന്ന് പറയാൻ പറ്റില്ല. ജീവിതരീതിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇത്തരം വീടുകളിൽ താമസിക്കുന്നത്. തരക്കേടില്ലാത്ത വലിയൊരു വീടാണിത്. ഫാദർ സിജോ കൂടെയുള്ള ആളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു.
ഇദ്ദേഹം സർണമതത്തിലെ ഒരു പുരോഹിതനാണ്. മുണ്ട, ഉറാവോ, സന്താൾ, ഹോ തുടങ്ങിയ ഗോത്രങ്ങളിലെല്ലാം വലിയൊരു ശതമാനം ആളുകൾ സർണമതക്കാരാണ്. സുഭാഷ് മുണ്ട എന്നാണ് പേര്. മുണ്ട ഗോത്രക്കാരനാണ്. ഇവിടുത്തെ ഒരു പഹാൻ അഥവാ മത നേതാവാണ് സുഭാഷ് മുണ്ട. മതപരമായ ചടങ്ങുകളും ഉത്സവങ്ങളുമെല്ലാം നയിക്കുന്നത് ഇദ്ദേഹമാണ്. 3 വർഷത്തേക്കാണ് ഒരാളെ പഹാനായി തെരഞ്ഞെടുക്കുക. ആ 3 വർഷം സർണകളുടെ ജനനം, വിവാഹം, മരണം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളുടെയും പ്രധാന പുരോഹിതൻ ഇദ്ദേഹമായിരിക്കും. മൃഗബലി പോലുള്ള ആചാരങ്ങളും ഇവർക്കുണ്ട്. അതിനെല്ലാം കാർമ്മികത്വം വഹിക്കുന്നത് പഹാനാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം ഹോളി കഴിഞ്ഞ ഉടനെ നടക്കുന്ന ഹണ്ടിംഗ് ഫെസ്റ്റിവലാണ്. ഗോത്രങ്ങളിലെ യുവാക്കൾ ആ ദിവസങ്ങളിൽ രാത്രിയിൽ കാട്ടിൽ വേട്ടയ്ക്ക് പോകും. അവർ പോകുന്നതിന് മുൻപ് ഇദ്ദേഹത്തിന് മുന്നിൽ ചില ആചാരങ്ങൾ നടത്തും. ഒരു കോഴിയെ ബലിയർപ്പിക്കുന്നതാണ് അതിൽ ഒരു ചടങ്ങ്. അതിനുശേഷം ഇദ്ദേഹം യുവാക്കളെ അനുഗ്രഹിച്ചുവിടും. കാട് കയറുന്ന അവർ മൃഗങ്ങളുമായി തിരിച്ചു വരുമ്പോൾ വീണ്ടും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ഗോത്രത്തിലെ ആളുകളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ഗോത്രമൂപ്പൻ പഹാനെ നിയമിക്കുന്നത്. 3 വർഷം കഴിഞ്ഞ് അയാൾ പദവി ഒഴിയും. തുടർന്ന് അടുത്തയാളെ തെരഞ്ഞെടുക്കും. അതിനെക്കുറിച്ചൊക്കെയാണ് സുഭാഷ് മുണ്ട പറയുന്നത്. ഗ്രാമത്തിലെ പഹാനായി തെരഞ്ഞെടുക്കപ്പെടുന്നതോടെ ഒരാൾ എല്ലാവരുടെയും ആദരണീയനാവുന്നു. മനുഷ്യർക്കും ദൈവത്തിനുമിടയിലുള്ള കണ്ണിയാണ് പിന്നെ അയാൾ. സർണ എന്ന് തന്നെ അറിയപ്പെടുന്ന വിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥന നടത്തിയ ശേഷം മഴയെക്കുറിച്ചും വിളയെക്കുറിച്ചുമെല്ലാം പ്രവചനം നടത്തുക പഹാനാണ്. ഗ്രാമത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ വരെ പഹാന് പ്രധാന പങ്കുണ്ട്. ഈ വീട്ടിലാണ് സിമോൺ ഉറാവോ ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിന്റെ തറവാടാണ് ഇതെന്ന് പറയാം. കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു കർഷക കുടുംബമാണ് സിമോൺ ഉറാവോയുടേത്. 4ാം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ചത് ഈ വീട്ടിൽ നിന്ന് പോയി വന്നാണ്. അത്രയേയുള്ളൂ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും. ഇന്നാകട്ടെ പ്രശസ്തനും പ്രമുഖനുമാണ് സിമോൺ ഉറാവോ. വീടിന്റെ മുറ്റത്ത് വെയിലും കൊണ്ട് 3-4 സ്ത്രീകൾ ഇരിപ്പുണ്ട്. അവർ ഇല കൊണ്ട് പാത്രമുണ്ടാക്കുകയാണ്. ഈ ഇലയ്ക്ക് സാൽപത്ത എന്നാണ് പറയുന്നത്. സാൽ മരത്തിന്റെ ഇല. ജാർഖണ്ഡിലെ ഗോത്രകുടുംബങ്ങളിലെ സ്ത്രീകളുടെ ഒരു അധിക വരുമാന മാർഗമാണ് സാൽപത്ത പ്ലേറ്റ് നിർമ്മാണം. ഗവൺമെന്റും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സിമോൺ ഉറാവോയുടെ ബന്ധുക്കൾ തന്നെയാണ് ഇവർ. അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ കുടുംബമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. മലയാളത്തിൽ കൈമരുത് എന്നറിയപ്പെടുന്ന വൃക്ഷത്തിന്റെ ഇലയാണ് ഇവർ ഈ പ്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഗോത്രവർഗ കുടിലുകൾ മുതൽ വലിയ റെസ്റ്റോറന്റുകളിൽ വരെ ഭക്ഷണം വിളമ്പാൻ സാൽപത്ത ഉപയോഗിക്കാറുണ്ട്. ഗോത്രഗ്രാമങ്ങളിൽ പൊതുവായുള്ള സദ്യക്കെല്ലാം ഉപയോഗിക്കുന്നത് ഇതുതന്നെ. സദ്യയോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉത്സവങ്ങളോ ഉണ്ടാകുമ്പോൾ സാൽപത്തയുടെ ആവശ്യം കൂടും. ശരിക്കും ഇതൊന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് എനിക്കും തോന്നി. കേരളത്തിൽ സദ്യ വിളമ്പാൻ ജാർഖണ്ഡിൽ നിന്നൊക്കെ സാൽപത്ത വരുത്താം. ഇവർക്ക് അതൊരു വരുമാന മാർഗമാകും. ഇപ്പോൾ ഇത് എന്തിനാണ് ഇത്രയധികം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. തൊട്ടടുത്ത വീട്ടിൽ ഇന്ന് രാത്രി കല്യാണമാണത്രേ. അപ്പോൾ അയൽപക്കക്കാരുടെ ഒരു ജോലിയാണ് വിവാഹ വീട്ടിലേക്ക് ആവശ്യമായ ഇലപ്ലേറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഇവിടുത്തെ ഒരു നാട്ടുനടപ്പാണ്. ഇവർ വൈകുന്നേരത്തിന് മുൻപ് ഈ ഇലപ്ലേറ്റുകൾ അവിടെ എത്തിച്ചു കൊടുക്കും. കല്യാണത്തിന്റെ ഓരോ ഉത്തരവാദിത്വവും അയൽപക്കത്തെ ഓരോ വീട്ടുകാരും ഏറ്റെടുക്കുന്നു. ഈ വീട്ടിലാണ് കല്യാണം നടക്കാൻ പോകുന്നത്. അതിന്റെ പന്തൽപ്പണിയൊക്കെ നടക്കുന്നതേയുള്ളൂ. ഇത്തരം ഗോത്രഗ്രാമങ്ങളിലെല്ലാം കൂടുതൽ ആഘോഷങ്ങളും രാത്രിയിലായിരിക്കും. ഞങ്ങൾ യാത്ര തുടരുകയാണ്. അങ്ങിങ്ങായി പല വീടുകളുണ്ട്. മൺവഴിയാണ്. വഴിയരികിൽ ചിലരൊക്കെ ഇരിപ്പുണ്ട്. ഗ്രാമത്തിൽ കല്യാണമുള്ളതുകൊണ്ടാവാം ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ല. രാത്രിയിൽ ഡാൻസും പാട്ടും ചെണ്ടകൊട്ടും ഭക്ഷണവുമെല്ലാം ചേർന്ന് വലിയ ആഘോഷമാണ് ഇവിടുത്തെയൊക്കെ വിവാഹങ്ങൾ. യാത്രക്കിടെ ഞങ്ങളൊരു ജലാശയത്തിന്റെ കരയിലേക്കെത്തി.
സിമോൺ ഉറാവോ നിർമ്മിച്ച നൂറുകണക്കിന് തടയണകളിൽ ഒന്നാണിത്. കുളത്തിനപ്പുറം ഒരു മരക്കൂട്ടമുണ്ട്, ഒരു വനം തന്നെ. അതും സിമോൺ ഉറാവോ വെച്ചുപിടിപ്പിച്ചതാണ്. വർഷം തോറും 1000 മരങ്ങൾ വീതമാണ് അദ്ദേഹം നട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ എത്രയോ വർഷം. കുളക്കരയിൽ ഞാൻ അങ്ങനെ നിൽക്കെ ഒരാൾ വെള്ളം കൊണ്ടുപോകാനുള്ള കാവുമായി വരുന്നു. എവിടെ പോയതാണെന്ന് ഞാൻ ചോദിച്ചു. നദിയിൽ നിന്ന് വെള്ളം കോരി കൃഷിയിടത്തിൽ നനയ്ക്കാൻ പോയെന്നാണ് മറുപടി. ഇദ്ദേഹത്തിന് ഉള്ളിക്കൃഷിയുടെ പാടമുണ്ട്. ഉള്ളിക്ക് വെള്ളം നനയ്ക്കാൻ പോയതാണ്. കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. രാവിലെ പാടത്ത് പണി തുടങ്ങി. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ വെള്ളം നനയ്ക്കൽ തീരും. ഗ്രാമത്തിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതിന് ഗ്രാമീണർ കടപ്പെട്ടിരിക്കുന്നത് സിമോൺ ഉറാവോയോടാണ്. പണ്ട് വലിയൊരു വരൾച്ചയുണ്ടായ കാലത്ത് സിമോൺ ഉറാവോയാണ് തടയണകൾ സൃഷ്ടിച്ച് ഈ നാടിനെ ജലസമൃദ്ധമാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. ഞാൻ ഇദ്ദേഹത്തോട് പേര് ചോദിച്ചു. അത് നേരത്തെ ചോദിക്കാൻ മറന്നുപോയിരുന്നു. കിഷോർ ഉറാവോ എന്നാണ് പേര്. ഗോത്രപ്പേരുകൂടി ചേർക്കാതെ ഇവിടെയാരും സ്വന്തം പേര് പറയില്ല. കറുത്ത ആടുകളുടെ കൂട്ടം കടന്നുപോകുന്നു. ആട്ടിൻപറ്റത്തെ മേയിക്കാൻ പോവുകയാണ് ഇദ്ദേഹം. ഒരു ആട് കൃഷിക്കാരൻ. ആട്ടിൻകൂട്ടവുമായി വനത്തിലേക്ക് പോകും. വൈകിട്ടാവും മടക്കം. കയ്യിൽ ഒരു വാക്കത്തിയുമുണ്ട്. അതാണ് ഇവരുടെ പ്രധാന ആയുധം. ആവശ്യം വന്നാൽ അതുകൊണ്ട് ഒരു വടി വെട്ടിയെടുക്കും. കാട്ടിൽ വഴി തെളിക്കാനും വാക്കത്തി വേണം. ആടുകൾക്ക് അദ്ദേഹത്തെക്കാൾ വഴിയറിയാം. 40ഓളം ആടുകളുണ്ട്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ അവിടെ നിന്ന് കാറിൽ കയറി യാത്ര തുടർന്നു. ഇവിടെ പുതിയൊരു കെട്ടിടത്തിന്റെ പണി നടക്കുന്നുണ്ട്. അതെന്താണെന്ന് കൂടെയുള്ള ഡോക്ടർ അജിത്തിനോട് ചോദിച്ചു. താനാ ഭഗത് എന്നൊരു പ്രസ്ഥാനമുണ്ട് ജാർഖണ്ഡിൽ. അവരുടെ ഒരു കെട്ടിടത്തിന്റെ പണിയാണ് നടക്കുന്നത്. താനാ ഭഗത് വലിയൊരു പ്രസ്ഥാനമാണ്. അതിന്റെ കഥ പിന്നീട് പറയാം. അവിടം പിന്നിട്ട് വീണ്ടും യാത്ര. കുന്നിൻ ചെരുവിൽ പാടങ്ങൾ. കുറെ സ്ത്രീകൾ ഒരു പാടത്ത് നിരന്നു നിൽക്കുന്നു. അവർ എന്തോ ജോലി ചെയ്യുകയാണ്. സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടേക്ക് ഇറങ്ങിച്ചെന്നു. ഇവർ ഇവിടെ വിളവെടുക്കുകയാണ്. പട്ടാണിപ്പയർ അഥവാ ഗ്രീൻ പീസിന്റെ വിളവെടുപ്പാണ് നടക്കുന്നത്. മറ്റു പയർവർഗ്ഗങ്ങളെപ്പോലെ മൂപ്പെത്തുമ്പോൾ ഇതും ഒന്നുണങ്ങും. അതാണ് വിളവെടുപ്പിന് പ്രായമാകുന്ന സമയം. ആരുടേതാണ് വയലെന്ന് ഞാൻ ചോദിച്ചു. ഈ കൂട്ടത്തിലെ ഒരു സ്ത്രീയുടേതാണ്. മറ്റുള്ളവർ അയൽക്കാരാണ്. ഗ്രാമത്തിലെ അയൽവാസികൾ പരസ്പരം സഹകരിച്ചാണ് ഓരോ പറമ്പിലെയും വിളവെടുക്കുക. ആ പിന്നിൽ നിൽക്കുന്ന ഏതോ സ്ത്രീയാണ് ഈ വയലിന്റെ ഉടമസ്ഥ. മറ്റുള്ള എല്ലാവരും ചുറ്റുമുള്ള പറമ്പുകളുടെ ഉടമസ്ഥരാണ്. വിളവെടുപ്പിന് സഹായിക്കുകയാണെന്ന് മാത്രം. ഇങ്ങനെ ഓരോ പറമ്പിലും വിളവിറക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ വിധം പരസ്പരം സഹായിക്കും. ആർക്കും കൂലി കൊടുക്കേണ്ട. ബീഹാറിലും ജാർഖണ്ഡിലുമൊക്കെ അതാണ് സിസ്റ്റം. ഇതാണ് നമ്മുടെ ഗ്രീൻ പീസ്. ഒരു സ്ത്രീ അത് ചാക്കിൽ നിന്ന് വാരി എന്നെ കാണിച്ചു. പയർ ഒന്ന് പൊളിച്ചു കാണിക്കാൻ ആ സ്ത്രീയോട് പറഞ്ഞു. ഗ്രീൻ പീസ് തന്നെയാണോ എന്നറിയണമല്ലോ. ശരിക്കും പയർ ഉണക്കിയിട്ടാണ് ഉള്ളിലെ മണികൾ എടുക്കുക. ഇത് പച്ചയ്ക്ക് തിന്നാമെന്നും നല്ല മധുരമാണെന്നും സ്ത്രീ പറഞ്ഞു. എങ്കിൽ എനിക്ക് 2 തരൂ എന്നായി ഞാൻ. അവർ ആദ്യമൊന്നും മടിച്ചു. തന്റെ കൈ വൃത്തിയുള്ളതല്ലെന്ന് പറയുകയും ചെയ്തു. സാരമില്ല, തന്നോളാൻ പറഞ്ഞു ഞാൻ. അങ്ങനെ മേടിച്ചത് തിന്നു നോക്കി. നല്ല രുചിയാണ്. സ്ത്രീകളിങ്ങനെ വെയിലും കൊണ്ടുനിന്ന് പണിയെടുക്കുന്നു. ഞാൻ ആലോചിക്കുന്നത് മറ്റൊന്നാണ്. ഇവർ നല്ല വിദ്യാഭ്യാസം കിട്ടി വിദേശങ്ങളിലേക്ക് കയറിപ്പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്ക് പോവുകയോ ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ ഇത്തരം കൃഷിയൊക്കെ നിന്നുപോകും. അതോടൊപ്പം നിന്നുപോകുന്നത് കേരളത്തിലുള്ളവർ പീസുകറി കൂട്ടി പൊറോട്ട കഴിക്കുന്നത് കൂടിയാവും. നമ്മുടെ നാട്ടിലേക്ക് വരെ ഗ്രീൻ പീസ് ഉൾപ്പെടെയുള്ളവ വരുന്നത് ഈ പാവങ്ങൾ ഇവിടെ വെയിൽ കൊണ്ട് പണിയെടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇവർ നമ്മളെപ്പോലെ പരിഷ്കാരികളായി മാറുന്ന ഒരു ദിവസം
ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ യാത്ര തുടരുന്നത്. ഇടയ്ക്കൊരിടത്ത് സുഭാഷ് മുണ്ട ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് ചെറിയൊരു സമ്മാനം കൊടുത്തിരുന്നു. സുഭാഷ് മുണ്ട സന്തോഷത്തോടെ യാത്ര പറഞ്ഞു. ഇനിയൊരു ദീർഘയാത്രയുണ്ട്. പ്രമോദ് അതിന് റെഡിയായി. ഗ്രാമപാത വിട്ട് ഇനി മെയിൻ ഹൈവേയിലേക്ക് കയറണം. ഇതെല്ലാം സർണമതത്തിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. സർണ എന്ന മതത്തെപ്പറ്റി നമ്മൾ മലയാളികൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ഇന്ത്യയിൽ ഗോത്രവർഗക്കാർക്കിടയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ മതമാണത്. ഇവിടെ ജാർഖണ്ഡിൽ മാത്രമല്ല, ഒഡീഷ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം ആ മതം പ്രചാരത്തിലുണ്ട്. ക്ഷേത്രങ്ങളോ വിഗ്രഹങ്ങളോ ഇല്ല എന്നതാണ് സർണ മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സർണ എന്ന് വിളിക്കുന്ന വിശുദ്ധമായ തോട്ടങ്ങളിലോ മരക്കൂട്ടങ്ങൾക്കിടയിലോ ആണ് ആ മതക്കാരുടെ പ്രാർത്ഥനകൾ നടക്കുന്നത്. ഉറാവോ ഗോത്രക്കാരുടെ പ്രദേശങ്ങളാണ് ഇതെല്ലാം. അവിടം പിന്നിട്ട് കാർ ഒരു ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. ഈ ഹൈവേയിലൂടെ നവരത്തൻഗഡ് എന്നൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത്. ചരിത്ര നിർമ്മിതികളും കൊട്ടാരക്കെട്ടുകളും കോട്ടകളുമെല്ലാമുള്ള സ്ഥലമാണ് നവരത്തൻഗഡ്. NH-43 ആണിത്. മധ്യപ്രദേശിലെ ബുഡോഗഞ്ചിൽ തുടങ്ങി ഛത്തീസ്ഗഡിലൂടെ കിടന്ന് ജാർഖണ്ഡിലെ ചായ്ബസ വരെ നീണ്ടുകിടക്കുന്ന 1062 കിലോമീറ്റർ നീളമുള്ള പാതയാണ് NH-43. ഈ ഹൈവേയിലൂടെ ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര ചെയ്താൽ സിസായി എന്ന ഒരു ചെറു പട്ടണത്തിലെത്തും. സിസായിൽ വെച്ച് ഈ ഹൈവേയിൽ നിന്നിറങ്ങണം. അവിടെ നിന്ന് കുറച്ചു ദൂരം കൂടി പോയാൽ നവരത്തൻഗഡിലെത്താം. ഈ വഴി പോകുമ്പോൾ കുറെ ബോർഡുകൾ കാണാം. എലിഫന്റ് ക്രോസിംഗ് സൂക്ഷിക്കുക എന്നാണ് അതിലുള്ളത്. ഈ പ്രദേശത്തൊക്കെ വനങ്ങളിൽ നിന്ന് കാട്ടാനകൾ രാത്രിയിൽ ഇറങ്ങി വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ താനാ ഭഗത് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. 1914 ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണത്. ബ്രിട്ടീഷ് അധികാരികളുടെയും സമീന്ദാർമാരുടെയും ചൂഷണങ്ങൾക്കെതിരെ ആരംഭിച്ച പ്രസ്ഥാനം. മഹാത്മാഗാന്ധി സത്യാഗ്രഹം എന്ന സമരപരിപാടി ആരംഭിക്കുന്നതിനു മുൻപേ ഛോട്ടാ നാഗ്പൂർ പ്രദേശത്ത് സത്യഗ്രഹവും നിസ്സഹകരണ സമരവും നടത്തിയവരാണ് താനാ ഭഗത് പ്രസ്ഥാനക്കാർ. സിസായി പട്ടണത്തിൽ വെച്ച് ഹൈവേയിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ അടുത്തെവിടെയോ ആണ് നവരത്തൻഗഡ്. എന്റെ കൂടെയുള്ള ഡോക്ടർ അജിത്തോ ഫാദർ സിജോയോ ഒന്നും ഇതുവരെ നവരത്തൻഗഡിൽ വന്നിട്ടില്ല. അവർക്കെല്ലാം അതേക്കുറിച്ച് കേട്ടറിവേയുള്ളൂ. ഗൂഗിൾ മാപ്പാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. 1-2 സ്ഥലത്ത് വഴിതെറ്റി. ചിലയിടത്ത് ആവശ്യത്തിലധികം മുന്നോട്ടു പോയി. അതിനാൽ തിരിച്ചു വരേണ്ടി വന്നു. കാരണം പാതയിൽ നിന്ന് നോക്കുമ്പോൾ നവരത്തൻഗഡിലെ പുരാതന നിർമ്മിതികളൊന്നും കാണുന്നില്ല. വരണ്ടതും പാറകൾ നിറഞ്ഞതുമായ ഒരു പ്രദേശത്തുകൂടിയാണ് പോകുന്നത്. കുറെ വഴിതെറ്റിയും തിരികെ ഓടിയും സഞ്ചരിച്ചപ്പോൾ അങ്ങു ദൂരെ പാറക്കെട്ടുകളുടെ ഒരു മല കണ്ടു. സ്വാഭാവികമായും അവിടെ ഒരു കോട്ട വരാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും അവിടെയായിരിക്കും കോട്ട. പ്രമോദ് ആ വഴി വണ്ടി വിട്ടു. എന്റെ ഊഹം ശരിയായിരുന്നു. തേടിയ സ്ഥലത്ത് തന്നെ എത്തി. ഒരു ഗേറ്റിനു മുന്നിൽ. അവിടെ സെക്യൂരിറ്റിയുണ്ട്. എന്നാൽ പ്രവേശന ഫീസ് ഒന്നുമില്ല. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. കുറച്ച് സ്ത്രീകളുണ്ടിവിടെ. പുരാവസ്തു കേന്ദ്രം സന്ദർശിക്കാൻ വന്നതാണോ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതാണോ എന്നറിയില്ല. ഇവിടുത്തുകാർ ചരിത്രമന്വേഷിച്ചു വരാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അവരെ ഒന്ന് പരിചയപ്പെട്ടു. ചിലർ സിസായിലുള്ളവരാണ്. ഞാൻ കേരളത്തിൽ നിന്നാണെന്നറിഞ്ഞപ്പോൾ ഇവർക്ക് വലിയ അത്ഭുതം. ഇവിടെ ഒരു ടെന്റുണ്ട്. പുരാവസ്തു കേന്ദ്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവരുടെ സൈറ്റ് ഓഫീസും പണിക്കാർ താമസിക്കുന്ന സ്ഥലവുമൊക്കെയാണ് ഇത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവിടെ നിന്ന് പുൽമൈതാനത്തേക്ക് കയറുമ്പോൾ ചിതറിക്കിടക്കുന്ന കുറെ പുരാതന നിർമ്മിതികളാണ് കാണുന്നത്. ഞാൻ അതിന്റെ അടുത്തേക്ക് നടന്നു. പാതി തകർന്നതും പൂർണ്ണമായി തകർന്നതും വലിയ തകർച്ചയൊന്നും നേരിടാത്തതുമായ കുറേയേറെ കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണ് ഇത്. നാഗവംശ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു നവരത്തൻഗഡ്. ഛോട്ടാ നാഗ്പൂർ എന്ന വിശാലമായ ഒരു പ്രദേശം ഭരിച്ചിരുന്ന രാജവംശമാണ് നാഗവംശം. 17-ാം നൂറ്റാണ്ടിലായിരുന്നു അവരുടെ സുവർണകാലം.
അക്കാലത്ത് ദോയ്സാഗഡ് എന്നൊരു പേരുകൂടിയുണ്ടായിരുന്നു ഈ പ്രദേശത്തിന്. നാഗവംശി രാജാവായിരുന്ന ദുർജൻ ഷാ 1636 മുതലുള്ള 3 വർഷം കൊണ്ടാണ് ഇവിടെ ഒരു കോട്ട പണിതത്. 9 നിലകൾ വരെയുള്ള കെട്ടിടങ്ങൾ ഇവിടെയുണ്ടായിരുന്നു. മുഗൾ രജപുത്ര ശൈലികളും പ്രാദേശിക ഗോത്രശൈലികളും ചേർത്താണ് കോട്ട പണിതത്. അക്കാലത്ത് കാടിന് നടുവിലായിരുന്നു ഈ കോട്ടയും അതിനോട് ചേർന്നുള്ള ജനവാസ പ്രദേശങ്ങളുമെല്ലാം. ശത്രുക്കളുടെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വനത്തിനുള്ളിൽ തലസ്ഥാന നഗരം നിർമ്മിച്ചത്. അപൂർവം ചില ആളുകൾ വരുന്നുണ്ട് ഇവിടെ. പ്രണയിക്കാൻ വരുന്നവരൊക്കെയാണ്, അല്ലാതെ ചരിത്രമന്വേഷിക്കാൻ വരുന്നവരല്ല. വലിയ മനോഹരമായ കല്ലുകളാണ് മലയിൽ. ബോൾഡേഴ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഒരു പ്രദേശം. ഒരു ഭാഗത്ത് ഒരു ജലാശയം. ആ കാഴ്ചകളിലൂടെ ചരിത്രവും കൂടുതൽ അറിവുകളും തേടി നവരത്തൻഗഡിന്റെ വഴികളിൽ ഞാൻ സഞ്ചാരം തുടർന്നു.